ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാവതി പോയി കഴിഞ്ഞ ശേഷം അമുദം ദേവികയെ കാണാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് പറയണേ, എങ്ങനെ ചേച്ചി ഇവിടെ നിന്നും രക്ഷപ്പെടും? കാരണം അവരെ ഇവിടെ ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചേച്ചിയുമായിട്ട് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിലെ ഫോണും അവർ വാങ്ങി വെച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ചേച്ചി എന്തിനാണ് ഇത്രമാത്രം അധികം സ്നേഹിക്കുന്ന സിദ്ധു സാറിനെ വിവാഹം കഴിക്കാതിരുന്നത്? അതുകൊണ്ടല്ലേ ചേച്ചിക്ക് ഈ ഒരു അവസ്ഥ വന്നത്? സുധിയേട്ടൻ്റെ ഹൃദയമുള്ള സിദ്ധു സാറിന് ചേച്ചിക്ക് വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു. ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാൾ എനിക്കില്ലാതായി പോയി. അതുകൊണ്ടാണ് എൻ്റെ ജീവിതമൊക്കെ ഇവരുടെ കയ്യിൽ ഇങ്ങനെ ഒന്നുമല്ലാതായി പോയത്. ചേച്ചിയെ കാണാതായ സങ്കടത്തിൽ അവിടെ സിദ്ധു ചേട്ടൻ ഹോസ്പിറ്റലിലും എന്നൊക്കെ അമൃതം പറയുന്ന സമയത്ത് ദേവിക സങ്കടത്തോടു കൂടി ആലോചിച്ച് വിഷമിച്ച് കരയുകയാണ് കേട്ടോ. ഈ സമയം ഒറ്റയ്ക്കിരുന്ന് പെറുപിറുത്തോണ്ടിരിക്കുകയാണ്. ഏത് സമയത്താണാവോ എനിക്കിതിനൊക്കെ തോന്നിയത്, വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ചന്ദ്രലേഖ അവിടേക്ക് വരുന്നത്. എന്താണ് പ്രേമേച്ചി ഇങ്ങനെ തനിച്ചിരുന്ന് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, വേണ്ടായിരുന്നു ചന്ദ്രേ, ഇതൊക്കെ എനിക്കിപ്പോൾ വല്ലാത്തൊരു പേടിയാവുന്നു. പിന്നെ എന്ത് തന്നെ ദേവികയ്ക്ക് സംഭവിച്ചാലും അതിൻ്റെ പഴി ഇനി എനിക്കാവും ഉണ്ടാവുക. അതുപോലെ ഇനിയിപ്പോൾ എൻ്റെ സിദ്ധുമോൻക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ പഴിയും എൻ്റെ തലയിലാവും എന്ന് പറയട്ടോ. അപ്പോൾ ചന്ദ്രലേഖ ഒരു പകയോട് കൂടി പറയണേ, ചാവേണ്ടവരൊക്കെ ഏതായാലും ചാവും എന്നങ്ങ് പറയുമ്പോൾ, എന്താ ചന്ദ്രൻ നീ പറഞ്ഞത്? അല്ല, ഞാൻ സിദ്ധുവേട്ടൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ ദേവികയുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ പ്രേമ പറയണേ, ദേവികയും മരിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവുമില്ല. അവൾ എൻ്റെ അനിയൻ്റെ തലയിൽ നിന്ന് പോവണമെന്ന് മാത്രമാണ് എനിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ചന്ദ്രലേഖ പറയണേ, അവൾ ചത്തിട്ടല്ലാതെ ഒരിക്കലും സിദ്ധുവേട്ടൻ്റെ തലയിൽ നിന്നും അവൾ പോവില്ല. അപ്പോൾ പ്രേമ പറയണേ, എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു. എൻ്റെ തലയിലേക്ക് ഇപ്പോൾ എല്ലാതും പാടെ അങ്ങ് ഇടിഞ്ഞു വീഴുമെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ, ഒന്നും ഇടിഞ്ഞു വീഴില്ല. ഈ ചന്ദ്രലേഖ ചൂണ്ടുവിരലുകൊണ്ട് ഇതെല്ലാം തടുത്തു നിർത്തും. ഇനി മുതൽ ദേവിക എന്ന ചാപ്റ്റർ ഇല്ല, അതങ്ങ് ക്ലോസ് ആയി. ഇനി ചന്ദ്രലേഖ മാത്രമാണ്, ഇനിയുള്ള കഥകളിൽ ചന്ദ്രലേഖ മാത്രമേ ഉണ്ടാവൂ എന്ന് പറയട്ടോ. അപ്പോൾ ചന്ദ്രയുടെ ആ ഒരു ഭാവവ്യത്യാസം കാണുന്ന സമയത്ത് പ്രേമ തന്നെ ഒന്ന് അതിശയിച്ചു പോകുന്നുണ്ട്. ഒരു ചെറിയൊരു പേടി പ്രേമയുടെ ഉള്ളിൽ വരുന്നുണ്ട്. ചന്ദ്ര പോയി കഴിഞ്ഞ ശേഷം രംഗൻ അവിടേക്ക് വരികയെന്ന്, പ്രേമ എനിക്കൊരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്ത എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, പോലീസിൽ നിന്ന് ഇപ്പോൾ വിളിച്ചിരുന്നു. എന്നിട്ട് രംഗൻ പ്രേമയെ കളിയാക്കിയിട്ട്, നിന്നെ പോലീസിലെടുത്തു, DIG ആയിട്ടാണ് എടുത്തത്. അതിന് ഞാൻ ടെസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ലല്ലോ, ടെസ്റ്റ് ഒന്നും എഴുതണ്ട, നിന്നെ പോലീസിലെടുക്കാനേ കുറച്ച് കുത്തിത്തിരിപ്പുണ്ടായാൽ മതി എന്ന് പറയുമ്പോൾ, പ്രേമയ്ക്ക് ഇതെന്തോ പന്തികേടുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ നോക്കാൻ കേട്ടോ. അപ്പോൾ രംഗം പറയണം, ദേവിക മിസ്സിങ്ങിൽ നിന്നെ ചോദ്യം ചെയ്യാൻ നാളെ രാവിലെ നിന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാനാണ് ഇപ്പോൾ ഫോൺ വിളിച്ച് പറഞ്ഞത് എന്ന് പറയുമ്പോൾ, സത്യമാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇക്കാര്യത്തിൽ എന്തിനാണ് പ്രേമ ഞാൻ നിന്നോട് കള്ളം പറയുന്നത്? അയ്യോ ഞാൻ പോവില്ല, എനിക്ക് പേടിയാണെന്ന് പറയുമ്പോൾ, നീ അതിന് പോവൊന്നും വേണ്ട, അവരിവിടെ ജീപ്പിൽ വന്ന് നിന്നെ അങ്ങ് കൊണ്ടുപോയിക്കോളും. എന്നിട്ട് പോലീസുകാരുടെ ഒരു മൂന്നാം മുറയുണ്ട്, അതിലങ്ങ് നീ വീണോളും എന്ന് പറയുന്ന സമയത്ത്, അയ്യോ എനിക്ക് പേടിയാവുന്നു. എന്തായാലും മൂന്നാം മുറയെക്കുറിച്ചൊക്കെ നീ ചന്ദ്രലേഖയോടൊന്ന് ചോദിച്ചു വെച്ചേക്ക്, അവളുടെ അച്ഛൻ പോലീസല്ലേ. ഇപ്പോൾ പ്രേമ രംഗനെ സോപ്പിട്ടിട്ട് പറയണേ, നിങ്ങളും കൂടി എൻ്റെ കൂടെ വരണേ എന്ന് പറയുമ്പോൾ, ഞാനൊന്നും വരില്ല, ഞാൻ നിന്നോട് പോകുന്ന സമയത്ത് നീ ബ്യൂട്ടി പാർലറിലേക്കാണ്, അതുകൊണ്ട് എന്നോട് വരണ്ട എന്നല്ലേ പറഞ്ഞത്, നിന്റെ ശിങ്കിടിയെയും കൂട്ടിയിട്ടല്ലേ അന്ന് നീ പോയത്, അതുപോലെ ഇന്നാളെയും നീ ബ്യൂട്ടി പാർലറിലേക്ക് നിന്റെ ശിങ്കിടിയെയും കൂട്ടിപ്പോയിക്കോ, എന്നിട്ട് പിന്നെ നേരെ സ്റ്റേഷനിലേക്ക് അങ്ങ് പോയാൽ മതി. അവൾ ഒരു കാര്യം നീ ഓർത്തോ, അവൾ നിന്നെ കുഴിയിൽ ചാടിക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. ഈ കുടുംബം ഇല്ലാതാക്കാനും നിന്നെ കുഴിയിൽ ചാടിക്കാനും തന്നെയാണ് അവൾ ഇവിടെ താമസിക്കുന്നത് എന്നും പറഞ്ഞ് രംഗൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോവാണ്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ പ്രേമ ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. പ്രേമ ചന്ദ്രയുടെ അടുത്തേക്ക് ഓടി ചെല്ലണേ, എന്നിട്ട് പറയണേ, മൊത്തം പ്രശ്നമായി എന്ന് പറയുമ്പോൾ, എന്താ പ്രേമേച്ചി എന്ന് ചോദിക്കുമ്പോൾ, പോലീസ് ഇവിടേക്ക് വരുന്നുണ്ടത്ര, അല്ല എന്നുണ്ടെങ്കിൽ നാളെ ഞാൻ അവിടേക്ക് ചെല്ലണത്ര. എന്തിനെന്ന് ചോദിക്കുമ്പോൾ, മോൾ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്, എനിക്കെന്തോ വല്ലാത്തൊരു പേടിയാവുന്നു എന്ന് പറയുമ്പോൾ, എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്, ഞാനൊക്കെ ജനിച്ചേ മുതൽക്കും ഞാൻ പോലീസിൻ്റെ കാക്കി കാണുന്നതല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും ഒരു പേടിയുമില്ല. പിന്നെ പ്രേമിച്ച് എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്, ഒന്നല്ലെങ്കിൽ ഒരു പട്ടാളക്കാരൻ്റെ മോളല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ എനിക്കെന്തോ മോളെ എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു എന്ന് പറയുമ്പോൾ രംഗൻ അതുവഴി വരികയാണ്. അപ്പോൾ രംഗൻ പറയണേ, എങ്കിലും നമുക്കൊരു വലിയൊരു ബങ്കർ ഉണ്ടാക്കാം, അതിലകത്തേക്കാക്കി നിന്നെ അങ്ങ് അവിടെ ഒളിപ്പിച്ച് വെക്കാം എന്നൊക്കെ പറഞ്ഞ് രംഗൻ വീണ്ടും ഒന്ന് കളിയാക്കാൻ കേട്ടോ. അപ്പോൾ ചന്ദ്രലേഖ പറയണേ, പ്രേമേച്ചിക്ക് ജാമ്യം എടുക്കേണ്ട വല്ല ആവശ്യം വരികയാണെങ്കിൽ അത് ഞാൻ എടുക്കുമെന്ന് പറയുമ്പോൾ രംഗൻ പറയണേ, അത് എടുക്കണമല്ലോ, അല്ലാതെ ചേച്ചിയമ്മയ്ക്ക് പകരം ചന്ദ്ര പോയി ജയിലിൽ കിടക്കില്ലല്ലോ, എന്ത് കാര്യത്തിനാ അതിന് ജയിലിൽ പോയി കിടക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാലോ, പിന്നെ എന്തിനാണ് ഈ പൊട്ടംകളി, രണ്ടുപേർക്കും ദേവികയെ കാണാതായതിൽ എന്തെങ്കിലും പണുകുണ്ടെങ്കിൽ രണ്ടുപേരും അങ്ങ് അകത്ത് പോയി കിടക്കാം എന്ന് പറയുമ്പോൾ, ദേവിക എവിടേക്കെങ്കിലും പോയതിന് എന്തിനാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാനും ഞങ്ങളെ വെറുതെ ഭീഷണിപ്പെടുത്താനൊക്കെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ, ദേവികയുടെ സ്വഭാവശുദ്ധിയെക്കുറിച്ച് നീ അങ്ങനെ പറയാനുള്ള അർഹതയൊന്നുമില്ല ചന്ദ്രമോളെ, ദേവിക ഒരു പാവൻ പെൺകുട്ടിയാണ്, അർഹതപ്പെട്ടതും കൂടി വേണ്ടാന്ന് വെച്ച് നടക്കുന്ന ഒരു പാവം പെൺകുട്ടി, അതുകൊണ്ട് ഓരോരുത്തരും ഒന്ന് കരുതിയിരുന്നോ. എന്തായാലും ഈ വാർത്ത ചൂടോടെ തന്നെ നിന്റെ അച്ഛനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്, സടകുടഞ്ഞ സിംഹമല്ലേ, പഴയ ഒരു പോലീസുകാരനല്ലേ, അതുകൊണ്ട് ഇക്കാര്യമൊക്കെ നടേശനെ കൂടി വിളിച്ച് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് രംഗൻ ചെറിയ ഒരു കളിയാക്കിയ മട്ടിൽ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നീട് ചന്ദ്രയുടെ ഫോണിലേക്ക് ശരത്ത് വിളിക്കാണ്. എന്നിട്ട് പറയാണ്,
ദേവിക എവിടെയുണ്ട് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം, ആദ്യം ഞാനൊരു സന്തോഷ വാർത്ത പറയാം. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പോകും, എന്നിട്ട് ദേവികയുടെ കഴുത്തിൽ 4 താലി കെട്ടും എന്ന് പറയുമ്പോൾ സത്യമാണോ എന്ന് ചന്ദ്ര സന്തോഷത്തിൽ ചോദിക്കേണ്ടോ? സത്യം തന്നെയാണ്, നാളെ ഞാൻ അവളെ കഴുത്തിൽ താലി കെട്ടും. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ചന്ദ്രലേഖയുടെയും വിവാഹം ഉണ്ടാവും എന്ന് പറയട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. എനിക്ക് അതൊന്ന് കാണണം. എന്തായാലും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ദേവിക നിന്റെ പിറകിൽ നിൽക്കുന്നത് അതെനിക്കൊന്ന് കാണണം. എന്നോട് വെല്ലുവിളിച്ചവരോ എന്നോട് ഏറ്റുമുട്ടിയവരെയും ഒന്നും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. എൻ്റെ നേരെ വിരൽ ചൂണ്ടിയവരുടെയൊക്കെ വിരൽ ഞാൻ ഒടിച്ചു കളഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഏകദേശമൊക്കെ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും നമ്മൾ തമ്മിലാണ് ചേരേണ്ടിയിരുന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്രലേഖ പെട്ടെന്ന് പറയണേ, അതല്ല ശരി, 2 നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് അത് ശരിയല്ല. ശരത്ത് പറയണേ, ഇക്കാര്യം ഒന്നും പ്രേമേച്ചിയോട് പറയണ്ട എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ പ്രേമേച്ചിയോട് പറയാനൊന്നും പോകുന്നില്ല. അവരുടെ മനസ്സിൽ ഒരു ചെറിയ ചാഞ്ചാട്ടം വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ശരത്ത് പറയണേ, അവരുടെ മനസ്സ് ഒരിക്കലും ചാഞ്ചാടാൻ സമ്മതിക്കരുത്, അതൊരു കടിഞ്ഞാണിട്ട് പിടിച്ചോളണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വെക്കുന്നത്. എന്നിട്ട് ചന്ദ്രൻ നടേശനെ വിളിച്ച് കാര്യം പറയാണ്, അവരുടെ വിവാഹമാണ് നാളെ എന്ന് പറയുമ്പോൾ എങ്കിൽ അതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി പറ, എന്നിട്ട് നമുക്ക് അതിന് വെച്ച് ഒരു കളി കളിക്കണം എന്ന് പറയട്ടോ. അപ്പോൾ ചന്ദ്ര പറയണ, അത് ശരിയാണ് അച്ഛൻ പറഞ്ഞത്, ആ മനോഹരന് ഇതെല്ലാം കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ശരത്തും ദേവികയും കൂടി കളിച്ച നാടകമാണ് ഇവിടെ നടന്നിരുന്നത്, അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ നമുക്ക് വരുത്തി തീർക്കണം. എന്നിട്ട് ആ മനോഹരൻ്റെ കൈ കൊണ്ട് തന്നെ ദേവികയുടെ കാരണം അടിച്ചു പൊട്ടിക്കണം, അതുകൂടി എനിക്ക് കാണണം എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഫോൺ വെച്ച ശേഷം ചന്ദ്രൻ ദേവികയെക്കുറിച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു, നീ തീർന്നടി ദേവിക, ഇതോടുകൂടി നിന്റെ ചാപ്റ്റർ ക്ലോസ് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഈ സമയം ദേവിക അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടാവും കേട്ടോ, മംഗല്യപ്പട്ടൊക്കെ അണിഞ്ഞ് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഒരുങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് ദേവിക വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ സുധിയുമായിട്ട് വിവാഹം കഴിഞ്ഞതിനെക്കുറിച്ചും സുധിയുമായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. എന്നിട്ട് അവസാനം സിദ്ധു ഹോസ്പിറ്റലിൽ കിടക്കുന്നതിനെ കുറിച്ച് ഓർക്കാണ്ട് എന്നിട്ട് കണ്ണുകൾ നിറയുന്ന സമയത്ത് അമൃതം പറയണേ, ചേച്ചിക്ക് വല്ലാത്ത വിഷമമുണ്ട്, എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയട്ടോ. അപ്പോഴാണ് പ്രഭാവതി അവിടേക്ക് വരുന്നത്. അവരെത്തിയിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും ഡോക്ടർ കൂടി പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഇനി എനിക്ക് ഡോക്ടറുടെ മരുന്നും മന്ത്രം ഒന്നും വേണ്ട, ഇതോടുകൂടി എൻ്റെ അസുഖമൊക്കെ പൂർണ്ണമായും മാറുമെന്ന് പ്രഭാവതി പറയുമ്പോൾ ഡോക്ടർ പറയണേ, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ലക്ഷ്യമില്ല, ഇതെൻ്റെ ഒരു പകയായിരുന്നു, ഇതാണ് ഇന്നത്തോടു കൂടി അണയാൻ പോകുന്നത് എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും അമൃത അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയണേ, എന്താണ് അവൾ ഡ്രസ്സൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാം അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് എന്ന് പറയട്ടോ. പാവം, അവൾക്ക് അനുസരിച്ചല്ലേ മതിയാവൂ, അല്ലാതെ അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് പറയട്ടോ. ഈ സമയം ശരത്തെണ്ണം വന്നോ എന്ന് അമൃതൻ ചോദിക്കുമ്പോൾ ശരത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയട്ടോ. അപ്പോൾ ശരത്തിനെ കാണിക്കുന്ന സമയത്ത് ശരത്ത് മണവാളൻ്റെ വേഷത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്, തലപ്പാവൊക്കെ വെച്ചിട്ട്. എന്നിട്ട് ആ തലപ്പാവിനെ കുറിച്ച് ശരത്ത് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ തലപ്പാവിന് എന്തൊരു തിളക്കം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പ്രഭാവതി ദേവികയോട് പറയും, എന്നാൽ നമുക്ക് ഇറങ്ങിയാലോടി, എന്നാൽ ശരത്ത് ഇപ്പോൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടാവും, അവിടേക്ക് നമുക്ക് പോവാം. എന്നിട്ട് നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഉണ്ടല്ലോ, സുതി കെട്ടിയ താലി, എൻ്റെ ശരത്ത് മോനെ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ശേഷം സുതി കെട്ടിയ ഈ താലി അമ്പലക്കുളത്തിലേക്ക് നീ തന്നെ നിന്റെ കൈകൊണ്ട് വലിച്ചു പൊട്ടിച്ച് കളഞ്ഞേക്കണം. എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമാണ് സങ്കടമുള്ളൂ, നിന്റെ കൈ പിടിച്ച് തരാനേ ആരുമില്ലല്ലോ, അപ്പനുമില്ല ആങ്ങളമാരുമില്ല ആരുമില്ല. പറഞ്ഞതോടുകൂടി ദേവിക അങ്ങ് പുഞ്ചിരിക്കാൻ കേട്ടോ. എന്നിട്ട് ദേവിക പറയണ, ആര് പറഞ്ഞു എനിക്ക് ആരുമില്ല എന്നുള്ളത്, ദാ നോക്ക് എന്നങ്ങ് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രഭാവതി അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ. അപ്പോൾ അവിടെ കാണാം നിരഞ്ജനും വിശാലും അങ്ങ് കടന്നു വരുന്നത്. അതോടുകൂടി പ്രഭാവതി അങ്ങ് അന്തം വിട്ടു പോവുകയാണ് കേട്ടോ. ഇനി പ്രഭാവതിക്ക് വലിയൊരു തിരിച്ചടിയാണ് പ്രഭാവതിക്കും ശരത്തിനും കിട്ടാൻ പോകുന്നത്. അങ്ങനെ ദേവിക പ്രഭാവതിയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാൻ വേണ്ടി കൈ ഓങ്ങുന്നുണ്ട്. എന്നിട്ട് ദേവിക അടിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് കൈവേരിൽ അവിടെ വെച്ച് അങ്ങ് ചുരുട്ടിക്കൂട്ടാണ്. എന്നിട്ട് പറയണേ, നിനക്കിപ്പോൾ ഞാൻ അടിച്ചതുപോലെയുള്ള ചൂട് നിന്റെ കവളത്ത് പതിഞ്ഞിട്ടുണ്ടാവും, ഇത് മതി എനിക്ക്. നീ എന്ത് കരുതിയടി, നീ എന്നെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നാണോ നീ കരുതിയത് എന്നൊക്കെ പറഞ്ഞ് ദേവിക നല്ല ഡയലോഗുകളൊക്കെ പ്രഭാവതിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അതോടുകൂടി പ്രഭാവതിക്ക് വിചാരിച്ച കാര്യം നടക്കാതെ പോയതോടുകൂടി പ്രഭാവതി അങ്ങ് ദേഷ്യത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ നിരഞ്ജനും വിശാലും കൂടി ദേവികയും കൂട്ടി അങ്ങ് പോവുകയാണ്. എന്നിട്ട് ദേവിക നേരെ ചെല്ലുന്നത് സിദ്ധുവിൻ്റെ അടുത്തേക്കാണ് കേട്ടോ, ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ ദേവിക സിദ്ധുവിനെ വിളിച്ചതോടുകൂടി സിദ്ധു ഉണരുകയാണ് കേട്ടോ. സിദ്ധുവിനെ കണ്ണു തുറക്കാൻ പോവുകയാണ്. അതുപോലെ പ്രഭാവതിയുടെ അടുത്ത് നിന്നും ദേവിക പോകുമ്പോൾ പ്രഭാവതി കൊടുത്ത ആ ആഭരണങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു പൊട്ടിച്ചോണ്ടാണ് പ്രഭാവതിയുടെ മുഖത്തെറിയുന്ന മട്ടിലാണ് ദേവിക അതെല്ലാം താഴേക്ക് എറിഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെ പ്രഭാവതിക്കും ശരത്തിനും നല്ലൊരു തിരിച്ചടി തന്നെയാണ് ദേവിക കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ദേവികയുടെ ആത്മവിശ്വാസം ദേവികയെ രക്ഷപ്പെടുത്തുക തന്നെയാണ് ചെയ്തത്. നിരഞ്ജനും വിശാലും കൃത്യസമയത്ത് അവിടെ എത്തി പ്രഭാവതിയുടെയും ശരത്തിൻ്റെയും ഈ പ്ലാൻ അങ്ങ് തകിടം മറിക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ
പ്രഭാവതി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇനി എങ്ങനെ ഞാൻ ഇവളെങ്ങാനും എല്ലാ കാര്യങ്ങളും എല്ലാ സത്യവും അവിടെ പോയി പറയുമോ എന്നുള്ള ആ ഒരു ഉത്കണ്ഠയോട് കൂടിയിട്ടാണ് കേട്ടോ ഇനി ശരത്തും പ്രഭാവതിയും നിൽക്കുന്നത്. അങ്ങനെ സിദ്ധുവിൻ്റെ ഹോസ്പിറ്റലിൽ ചെന്ന് സിദ്ധുവിനെ കണ്ടതോടുകൂടി സിദ്ധു അങ്ങ് കണ്ണ് തുറക്കാൻ കേട്ടോ. അങ്ങനെ സിദ്ധു ഹോസ്പിറ്റലിൽ നിന്നും എത്രയും പെട്ടെന്ന് ഇനി പുറത്തിറങ്ങും. അതോടുകൂടി ഇനിയിപ്പോൾ ചന്ദ്രലേഖ എല്ലാ കാര്യങ്ങളും അറിയുകയാണ് ദേവിക രക്ഷപ്പെട്ടതിനെ കുറിച്ചൊക്കെ. അങ്ങനെ പ്രേമയുടെ അടുത്തേക്ക് ചെന്ന് ചന്ദ്രലേഖ ഇക്കാര്യം പറയുന്ന സമയത്ത് പ്രേമ അങ്ങ് പേടിച്ചു പോവാണ്. ഇനിയിപ്പോൾ പഴയ ദേവിക ആയിരിക്കില്ല, ഇനി പൊള്ളുന്ന ദേവികയായിട്ടാവും തിരിച്ചു വരുന്നത്. അവളുടെ ആ ഒരു പൊള്ളലിൽ എല്ലാം വെന്ത് ഉരുകി ഇല്ലാതായി പോവും എന്നൊക്കെ പ്രേമ പേടിച്ചോണ്ടാണ് ചന്ദ്രലേഖയോട് പറയുന്നത്. അങ്ങനെ ചന്ദ്രയ്ക്കും നടേശനും വീണ്ടും ഇരട്ടി പകയാവുകയാണ്.